നമസ്കാരം, ഞാൻ ശാലു വിനു. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു കൊത്തു പൊറോട്ടയാണ്. നമ്മൾ കൊത്തു പൊറോട്ട ചിക്കൻ വെച്ചിട്ടും എഗ്ഗ് വെച്ചിട്ടും ഒക്കെ ചെയ്യാം. നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു എഗ്ഗ് കൊത്തു പൊറോട്ടയാണ്. ഇത് ബാക്കി വരുന്ന പൊറോട്ട വെച്ചിട്ട് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഞാനിവിടെ സ്ട്രീറ്റ് സ്റ്റൈൽ കൊത്തു പൊറോട്ടയാണ് കാണിക്കുന്നത്. നമ്മൾ ഈ സ്ട്രീറ്റ് സ്റ്റൈൽ രീതിയിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ തട്ടുകടയിലൊക്കെ കിട്ടുന്ന രീതിയിലുള്ള അതേ ടേസ്റ്റ് നമുക്കിതിൽ കിട്ടും. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 പൊറോട്ട ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് നമുക്കിതൊന്ന് പിച്ച് ഇട്ടാൽ മതിയാവും. ഒന്ന് ഷ്രെഡഡ് പൊറോട്ട രീതിയിൽ നമ്മളിതാക്കണം. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാനൊരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും ഒരു പച്ചമുളകും വേണം. 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് വേണം. പിന്നെ ഞാനിവിടെ ഒരു പൊറോട്ടയ്ക്ക് 1 മുട്ട എന്നുള്ള രീതിയിൽ 2 പൊറോട്ടയ്ക്ക് 2 മുട്ട എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 പൊറോട്ടയ്ക്ക് 4 മുട്ട വരെ എടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 2 ടീസ്പൂൺ ഇറച്ചി മസാല എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ചിക്കൻ മസാലയാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ മസാല എടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാല എടുക്കാം. ഇനി ആവശ്യത്തിന് മല്ലിയില അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ ചിക്കൻ കറിയുടെ ഗ്രേവി ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ എഗ് കറിയുടെ ഗ്രേവി ആണെങ്കിൽ ഇതിലെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ ഗ്രേവി ഒന്നും ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു ഗ്രേവി ഒഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മളുടെ ഈ ഒരു കൊത്തു പൊറോട്ടയ്ക്ക്. ഇനി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ എണ്ണ ഒഴിച്ചിട്ട് അത് ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ സവാള ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഇതങ്ങനെ ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് വഴന്നു വന്നാൽ മതിയാവും. ഇപ്പം നമ്മുടെ സവാളയൊക്കെ ചെറുതായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലൊരല്പം ഉപ്പ് കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കറിവേപ്പിലയും ഒരു പച്ചമുളകും ചേർക്കണ്ടേ. ഈ പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. എൻ്റെ കയ്യിലുള്ള മുളകിന് നല്ല എരിവായതുകൊണ്ട് ഞാൻ ഒരെണ്ണമേ ചേർക്കുന്നുള്ളൂ. വലിയ എരിവില്ലാത്ത മുളകാണെങ്കിൽ നിങ്ങൾക്കൊരു 2 or 3 ഒക്കെ ചേർക്കാം. ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ച മണം പോകുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റണം. ഇപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ച മണം പോയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ തക്കാളിയും നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ തക്കാളിയൊക്കെ എണ്ണയിൽ കിടന്നിട്ട് അത്യാവശ്യത്തിനൊന്ന് സോഫ്റ്റ് ആയിട്ട് വരണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. നിങ്ങൾ പൊറോട്ടയുടെ എണ്ണം കൂട്ടുന്നതിനനുസരിച്ച് ഈ തക്കാളിയുടെ ഉള്ളിയുടെയൊക്കെ അളവും കൂട്ടണേ. ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 2 ടീസ്പൂൺ ചിക്കൻ മസാലയും ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതൊക്കെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം എപ്പോഴും നമ്മൾ ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനും ഈ പൊടികളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാനും. അല്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഈ പൊടികളുടെയൊക്കെ പച്ചമണം ഒന്ന് പോകണം. അതുവരെ ഞാനിതൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൊറോട്ട ചേർത്ത് കൊടുക്കാം. ഈ പൊറോട്ട ഇതിലേക്ക് ചേർത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ട 2 ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനോടൊപ്പം ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്കിതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾ കട്ട് ചെയ്യുമ്പം പൊറോട്ടയൊക്കെ ഈ ഒരു വലിപ്പത്തിന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് പതുക്കെ അത് ചിക്കി കൊത്തി നമുക്കതൊന്ന് ചെറുതാക്കി എടുക്കാൻ പറ്റും.
ഇപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ ഈ പൊറോട്ടയുടെയും മസാലയുടെയും ഒക്കെ കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ഗ്രേവി ഒഴിച്ചു കൊടുക്കണേ. ഈ ഗ്രേവി ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ ഈ ഒരു കൊത്തു പൊറോട്ടയ്ക്ക് ശരിക്കും നമ്മുടെ കടയിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റ് ഉണ്ടാവും. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അടുത്ത് ചിക്കൻ കറിയുടെ ഗ്രേവി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ എഗ് കറിയാണുള്ളതെങ്കിൽ അതിൻ്റെ ഗ്രേവി ഒഴിക്കാം. ഇപ്പോൾ ഇതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പൊറോട്ടയൊക്കെ ചേർക്കുന്നതിന് മുന്നേ ഇതിലേക്കൊരല്പം ചൂടുവെള്ളം കൂടെ തളിച്ചു കൊടുത്തിട്ട് ഈ മസാലയൊന്ന് വേവിച്ച് അതിലേക്ക് ഈ പൊറോട്ട ഇട്ടാലും മതിയാവും. ഇപ്പോൾ നമ്മുടെ ഈ ഗ്രേവിയിൽ കിടന്ന് പൊറോട്ടയൊക്കെ നല്ല സോഫ്റ്റായിട്ടൊന്ന് വരണം. അതുവരെ നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കണേ. ഇപ്പം നമ്മുടെ പൊറോട്ടയൊക്കെ നല്ലപോലെ ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 3-4 മിനിറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതേപോലെ ഒരു സ്റ്റീൽ ഗ്ലാസ് എടുക്കുന്നുണ്ട്. ഇനി ഈ ഗ്ലാസ് വെച്ചിട്ടാണ് ഞാൻ ഈ പൊറോട്ട ഒന്ന് കുത്തുന്നത്. ഈ രീതിയിലാണ് നമുക്ക് കടയിലൊക്കെ കാണാൻ പറ്റുക. ഇതേപോലെയാണ് അവർ നല്ലതുപോലെ ഒന്ന് കൊത്തി കൊത്തി എടുത്ത് തരിക നമുക്ക് നമ്മളുടെ കൊത്തു പൊറോട്ട. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ചട്ടുകമോ 2 സ്പൂണോ ഒക്കെ വെച്ചിട്ട് ഇതേപോലെ തന്നെ ഈ പൊറോട്ട നിങ്ങൾക്കൊന്ന് കൊത്തിയെടുക്കാം. നമ്മൾ ഈ പൊറോട്ടയൊക്കെ നല്ലോണം മിക്സായിട്ട് ഇങ്ങനെ ഒന്ന് കൊത്തിയെടുക്കുന്നതുകൊണ്ടാണ് ഇതിനെ കൊത്തു പൊറോട്ട എന്ന് പറയുന്നത്. ഇപ്പം ഞാനിത് ആവശ്യത്തിന് എല്ലാം ഒന്ന് ചെറുതായിട്ട് കൊത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടെ ചെറുതാക്കി എടുക്കാം കേട്ടോ. ഇങ്ങനെ നമ്മൾ കുറച്ച് സമയം കൂടെ ചെറുതായിട്ട് ഇതൊന്ന് 2 സ്പൂൺ വെച്ചിട്ടോ അല്ലെ ഇതേപോലെ ഒരു ഗ്ലാസ് വെച്ചിട്ടോ നിങ്ങൾക്ക് അത് കൊത്തിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കൊത്തു പൊറോട്ട റെഡി ആയി കഴിഞ്ഞു. ഇത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾ ഈ പൊറോട്ടയ്ക്ക് പകരം ചപ്പാത്തി വെച്ചിട്ട് വേണമെങ്കിലും ഇത് ചെയ്യാം കേട്ടോ. ഇപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കൊത്തു പൊറോട്ട റെഡി ആയി കഴിഞ്ഞു. ഇത് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ മേലെ കുറച്ച് മല്ലിയില കൂടെ ചേർക്കാം. നിങ്ങൾക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് ഒന്നും അത്രയ്ക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റിൽ കുറച്ചുകൂടെ കറിവേപ്പില ചേർത്താലും മതിയാവും. ഇനി നമുക്കിത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒരു ബൗളിലേക്ക് നമ്മുടെ കൊത്തു പൊറോട്ട ചേർത്തിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇതിങ്ങനെ കമഴ്ത്തി കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെർവ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഞാൻ ഈ രീതിയിൽ നമ്മുടെ കൊത്തു പൊറോട്ട ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. ഇനി 2 നാരങ്ങയുടെ സ്ലൈസ് വെച്ചിട്ട് നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്യാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള സ്ട്രീറ്റ് സ്റ്റൈൽ കൊത്തു പൊറോട്ട റെഡി ആയി കഴിഞ്ഞു. ഇത് നിങ്ങൾക്ക് ചിക്കൻ വെച്ച് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ രീതിയിൽ ബാക്കി വരുന്ന പൊറോട്ടയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ.